ഹായ് ഹലോ വെൽക്കം ബാക്ക്. എല്ലാ കുഞ്ഞുമക്കൾക്കും ലിറ്റിൽസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 7ാം ക്ലാസ്സിലെ കുട്ടികളുടെ യൂണിറ്റ് 2 സ്നേഹസുന്ദര പാതയിലൂടെ എന്ന യൂണിറ്റിലെ പാഠഭാഗമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇവിടെ നോക്കിക്കേ, കാടും കടലും എന്ന ഒരു ചെറിയ കവിത ഇവിടെ കൊടുത്തിട്ടുണ്ട്. സുഗതകുമാരി അമ്മയുടെ കുറിഞ്ഞിപ്പൂക്കൾ എന്ന കവിതയിൽ നിന്നെടുത്ത ഒരു ചെറിയ ഭാഗമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമുക്കതൊന്ന് വായിക്കാം. കാടും കടലും. ആർത്തു കനത്ത് വീഴും മഴപ്പെയ്ത്തിലൂടാദ്യമായി കിട്ടും ചിറകു വീശി കാറ്റിനോടൊപ്പം സ്വതന്ത്രരായുച്ചമായി പാട്ടുപാടിക്കൊണ്ടലയുമെങ്കിൽ കാടും കടലും ഈ പാട്ടും ഈ വൻ മഴക്കാറ്റും ഒന്നാണെന്ന് നാം അറിയും. അപ്പോൾ നോക്കിയാൽ ഇവിടെ താഴെ ഒരു അടിക്കുറിപ്പുണ്ട്. നമുക്കതും എന്താണെന്നൊന്ന് വായിച്ചു നോക്കാം. ഈ ചിത്രം നിങ്ങളുടെ മനസ്സിലുണർത്തുന്ന ചിന്തകൾ പങ്കുവയ്ക്കുക. കാടും കടലും തമ്മിലുള്ള സാദൃശ്യ ഭംഗി കവിതയിൽ ആവിഷ്കരിച്ചിരിക്കുന്നത് എങ്ങനെ ചർച്ച ചെയ്യുക. അപ്പം നോക്കിയേ, ഒരു മനോഹരമായ ഒരു ചിത്രവും ഇവിടെ കൊടുത്തിട്ടുണ്ട്. കവിതയുടെ സാരാംശവും അതുതന്നെയാണ്. മഴപ്പെയ്ത്തിലൂടെ ആദ്യമായി കിട്ടും ചിറകു വീശി കാറ്റിനോടൊപ്പം സ്വതന്ത്രരുച്ചയായി പാട്ടുപാടിക്കൊണ്ടലയുമെങ്കിൽ. അപ്പോൾ നമ്മൾക്ക് ആദ്യമായി ആർത്തലച്ച് വരുന്ന മഴയിലൂടെ കിട്ടുന്ന കാറ്റിലൂടെ നമുക്ക് സഞ്ചരിക്കാൻ കഴിയുമെങ്കിൽ നമുക്ക് അറിയാൻ സാധിക്കും എന്താണ് ഈ കാടും കടലും മഴയും എല്ലാം ഒന്നാണെന്ന് നമുക്കറിയാൻ സാധിക്കുമെന്നാണ് സുഗതകുമാരി ഇതിലൂടെ ഈ ചെറിയ കവിതയിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ പ്രകൃതിയും മനുഷ്യനും എല്ലാം തമ്മിലുള്ള ഒരു അഭേദ്യമായ ബന്ധമാണ് നമുക്കിവിടെ ഈ കവിതയിലൂടെ പറഞ്ഞു തരുന്നത്. അതേപോലെ തന്നെ ഈ ചിത്രവും നമ്മളെ കാണിച്ചു തരുന്നത് അതുപോലാണ്. കടലും കാറ്റും കാടും എല്ലാം തമ്മിൽ ഒരു ബന്ധമുണ്ട്. എല്ലാം ഒത്തൊരുമിച്ച് ഈ പ്രകൃതിയിൽ അങ്ങനെ നിലകൊള്ളുകയാണ്, മനുഷ്യനോട് ഒപ്പം ചേർന്ന് തന്നെ. ഫാത്തിമ തുരുത്ത്. കുരിപ്പുഴ ശ്രീകുമാരൻ്റെ ഫാത്തിമ തുരുത്ത് എന്ന് പറയുന്ന ഒരു പാഠഭാഗമാണ് നമുക്കിവിടെ ഇനി പഠിക്കാനുള്ളത്. അപ്പം കൊല്ലം ജില്ലയിലെ അഷ്ടമുടിക്കായലിൽ യഥാർത്ഥത്തിൽ കാണപ്പെടുന്ന ഒരു തുരുത്താണ് ഈ ഫാത്തിമ തുരുത്തെന്ന് പറയുന്നത്. അപ്പം കവിക്ക് ആ ഫാത്തിമ തുരുത്തിലേക്ക് പോകാനുള്ള അതികഠിനമായ ആഗ്രഹം ആണ് ഈ കവിതയിലുടനീളം അദ്ദേഹം പ്രകടിപ്പിച്ചിരിക്കുന്നത്. ആ ഭാവന തുരുത്തിൻ്റെ സാമൂഹിക ചുറ്റുപാടും അവിടുത്തെ ജനങ്ങളുടെ ജീവിതവും അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളും ഒക്കെയാണ് ഈ കവിതയിൽ നമുക്ക് വിളിച്ചു പറയുന്നത്. അപ്പം ഈ ഒരു തുരുത്തിൻ്റെ പശ്ചാത്തലത്തിൽ അദ്ദേഹം എഴുതിയ കവിതയാണെങ്കിൽ തന്നെയും അദ്ദേഹം ഈ ഒരു പ്രദേശത്തെ മാത്രമല്ല പല സ്ഥലങ്ങളും അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ കൂടിയാണ് ഇതിൽ ചർച്ച ചെയ്തിരിക്കുന്നത്. നമുക്ക് നോക്കാം. ഫാത്തിമ തുരുത്ത്. ഫാത്തിമ തുരുത്തിലൊന്നു പോകണം, രാത്രി വഞ്ചിയിൽ നിലാവ് കാണണം, പൂക്കളോട് പൂക്കളെ തിരക്കണം, രാക്കിളിക്ക് കൂട്ടുപാട്ട് പാടണം. നോക്കിയേ, അദ്ദേഹം ഇവിടെ പ്രകടിപ്പിക്കുന്ന എന്താണ്? ഫാത്തിമ തുരുത്തിലൊന്ന് പോകണം. അതെങ്ങനെയാണ് പോകേണ്ടത്? രാത്രി വഞ്ചിയിൽ നിലാവ് കാണണം. രാത്രി വഞ്ചിയിൽ നിലാവ് കണ്ടു വേണം അദ്ദേഹത്തിന് പോകാൻ. പൂക്കളോട് പൂക്കളെ തിരക്കണം. പൂക്കളെക്കുറിച്ചുള്ളത് ആ പൂക്കളോട് തന്നെ, മറ്റോ ആരോടും വിശേഷം തിരക്കിയിട്ട് കാര്യമില്ല. പൂക്കളുടെ വിശേഷങ്ങൾ പൂക്കളോട് തന്നെ തിരക്കി വേണം പോകാൻ. അതേപോലെ രാക്കിളിക്ക് കൂട്ടുപാട്ട് പാടണം. രാത്രിയിൽ പാടുന്ന പക്ഷികളെയാണ് നമ്മൾ രാക്കിളികളെന്ന് വിളിക്കുന്നത്. ആ കിളികൾ പാട്ട് പാടുമ്പോൾ അതിനൊപ്പം തിരിച്ച് പാട്ട് പാടിക്കൊണ്ട് വേണം ഫാത്തിമ തുരുത്തിലേക്ക് പോകാൻ. കായലിൽ കിനാവ് കണ്ട് പായുമാ പായൽ മാലയിട്ട കൊപ്ലിമീനിനെ പൂനിലാവല വിരിച്ചിണക്കുവാൻ ഫാത്തിമ തുരുത്തിലൊന്ന് പോകണം. അപ്പോൾ നോക്കിയേ, കായലിൽ കിനാവ് കണ്ട് കായലിൽ കിനാവ് കണ്ട് കഴിയുന്ന കുപ്ലിമീനിനെ
എങ്ങനെയാണ് പായൽ മാലയിട്ട കുപ്ലിമീനിനെ എന്നാണ് കവി പറയുന്നത്. പായൽ മാലയിട്ടെന്ന് പറഞ്ഞാൽ കായലിൽ നിറയെ പായലായിരിക്കാം. അപ്പോൾ ആ പായലിൽ നിന്ന് പൊന്തി വരുന്ന മീനെ നമ്മൾ കാണുമ്പോഴെന്താ പായൽ മാലയിട്ടത് കൂട്ട് തോന്നും. അപ്പോൾ അതുപോലെ പായൽ മാലയിട്ട കുപ്ലിമീനിനെ വളരെ സന്തോഷത്തോടെ സ്നേഹത്തോടെ ഇണക്കി പിടിച്ച് വലയിട്ട് പിടിച്ച് വേണം ഫാത്തിമ തുരുത്തിലേക്ക് പോകാൻ എന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നത്. അപ്പോൾ അവിടുത്തെ ജനങ്ങൾ പ്രധാനമായിട്ടും എന്താണ് മത്സ്യബന്ധനമാണ് ചെയ്യുന്നത് എന്ന് നമുക്ക് ഈ വരികളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മുള്ളുവേങ്ങകൾ മഴപ്പെരുമ്പറ മുന്നണിച്ചെടിക്കു ചൊല്ലിയാടുമ്പോൾ പട്ടണം പറന്നു കണ്ട പക്ഷിയായി ഫാത്തിമ തുരുത്തിലൊന്നു പോകണം. മുള്ളുവേങ്ങകൾ മഴപ്പെരുമ്പറ മഴ വരുന്ന വിവരം അറിയിക്കുന്ന, പണ്ട് കാലങ്ങളിൽ നമുക്ക് സന്ദേശം ഒക്കെ അറിയിക്കുന്നത് എന്തായിരുന്നു? പെരുമ്പറ മുഴക്കിയായിരുന്നു ഇല്ലേ? അപ്പം മഴ വരുന്ന ആ ഒരു സന്ദേശം എന്താണ്? മുള്ളുവേങ്ങകൾ എന്താണ് ആരോടാണ്? നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പച്ചച്ചെടിയോട് ചൊല്ലുമ്പോൾ പട്ടണം പറന്നു കണ്ട പക്ഷിയായി. ഇവിടെ പട്ടണം പറന്നു കണ്ട പക്ഷിയെന്ന് സൂചിപ്പിക്കുന്നത് ആരെയാ? നമ്മുടെ കവിയെയാണ്. പട്ടണങ്ങൾ കണ്ട് വരുന്നതാരാ? നമ്മുടെ കവിയാണ് ഇല്ലയോ? ഫാത്തിമ തുരുത്തിലൊന്ന് പോകണം. അപ്പം മുള്ളുവേങ്ങകൾ മഴപ്പെരുമ്പറ മുന്നണിച്ചെടിക്ക് ചൊല്ലിയാടുമ്പോൾ അതിശക്തമായ മഴ ഉണ്ട് എന്നുള്ള കാര്യം നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പച്ചയോട് മുള്ളുവേങ്ങകൾ അറിയിക്കുമ്പോൾ പട്ടണം ചുറ്റിക്കണ്ട കവി എന്താണ്? ഫാത്തിമ തുരുത്തിലേക്കൊന്ന് പോകാൻ ആഗ്രഹിക്കുന്നു. രോഗബാധിതർ കിടന്നലറുമാ കൂരകൾക്കു കൈവിളക്ക് നൽകുവാൻ ജീവിതാഔഷധം നിറച്ച സ്നേഹമേ ഫാത്തിമ തുരുത്തിലൊന്നു പോകണം. അപ്പം നോക്കിയേ, അവിടുത്തെ ജനജീവിതം രോഗബാധകൾ കൊണ്ട് മനുഷ്യർ കിടന്നലറുമ്പോൾ അവിടേക്ക് സ്നേഹമാകുന്ന ജീവിതത്തിൻ്റെ, എല്ലാ മനുഷ്യരുടെയും ജീവിതത്തിൻ്റെ നിലനിൽപ്പ് എന്ന് പറയുന്നത് എന്താണ്? സ്നേഹമാണ് ഇല്ലയോ? ആ സ്നേഹമാകുന്ന ഔഷധം പകർന്നു നൽകാൻ ഫാത്തിമ തുരുത്തിലേക്കൊന്ന് പോകണമെന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നു. അവിടുത്തെ ജനങ്ങളുടെ ദുരിതവും കഷ്ടപ്പാടുകളും ഒക്കെ നമുക്ക് ഈ വരികളിൽ മനസ്സിലാക്കാം. ബാധിതർ ധാരാളമുള്ള പ്രദേശമാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. രോഗബാധിതർ കിടന്നലറുമാ കൂരകൾക്ക് കൈവിളക്ക് നൽകുവാൻ, ഒരു കൈത്താങ്ങ് നൽകുവാൻ. എന്തുകൊണ്ടാണ് കൈത്താങ്ങ് നൽകാൻ കവി ആഗ്രഹിക്കുന്ന? ജീവിതാഔഷധം നിറച്ച സ്നേഹം. ആ ജനങ്ങൾക്ക് സ്നേഹം ഔഷധമായിട്ട്, രോഗത്തിന് പ്രതിമരുന്നായിട്ട്, ഔഷധമായിട്ട് അദ്ദേഹം കൊടുക്കാൻ ആഗ്രഹിക്കുന്ന എന്താണ്? സ്നേഹമാണ്. ആ സ്നേഹം ഒന്ന് പകർന്നു കൊടുക്കാൻ ഫാത്തിമ തുരുത്തിലേക്കൊന്ന് പോകണമെന്നാണ് കവിയുടെ ആഗ്രഹം. പാറി വന്ന സെപ്റ്റംബർ മുകിലുകൾ നാലു ദിക്കിലും കറുത്ത കോട്ടയായി തീക്കുടുക്കകൾ ഉടയ്ക്കുമന്തിയിൽ ഫാത്തിമ തുരുത്തിലേക്കൊന്നു പോകണം. പാറി വന്ന സെപ്റ്റംബർ മുകിലുകൾ നാലു ദിക്കിലും കറുത്ത കോട്ടയായി തീക്കുടുക്കകൾ ഉടയ്ക്കുമന്തിയിൽ ആണ് അദ്ദേഹത്തിന് ഫാത്തിമ തുരുത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നത്. സെപ്റ്റംബർ മാസത്തിൽ അതിശക്തമായ മഴയുടെ മുകിലുകൾ വന്ന് ഫാത്തിമ തുരുത്തിൽ ഒരു കോട്ട പോലെ കെട്ടി അവിടെ അതിശക്തമായ മഴ പെയ്യുമ്പോൾ ആ സമയത്ത് അവിടേക്കൊന്ന് പോകാനാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത്. അടുത്ത ലൈൻ നോക്കിക്കേ. പൂച്ചകൾ അനാഥരായ നായകൾ കാത്തിരിക്കും ഈർപ്പമുള്ള പൊന്തയിൽ രാത്രി മഞ്ഞു മാക്സിയിൽ വിറയ്ക്കുമ്പോൾ ഫാത്തിമ തുരുത്തിലൊന്ന് പോകണം. അപ്പോൾ ധാരാളം പൂച്ചകളും നായ്ക്കളും ഒക്കെയുള്ള സ്ഥലമാണ് ഫാത്തിമ തുരുത്ത് എന്ന് പറയുമ്പോൾ. രാത്രി കാലങ്ങളിൽ അവർക്ക് കയറി പാർക്കാൻ വീടുകളില്ല. പക്ഷേ അവർ അതിശക്തമായ ആ തണുപ്പിൽ ആ ജീവജാലങ്ങൾ അഭയം പ്രാപിക്കുന്ന ഈർപ്പം നിറഞ്ഞ പൊന്തകളിലാണ്. അപ്പോൾ ആ പൊന്തകളിലേക്ക് അതിശക്തമായ മഞ്ഞിൻ്റെ കാഠിന്യം കൊണ്ട് ഒളിക്കുന്നു. അപ്പോൾ ആ സമയത്തെ കാഴ്ചകളൊന്ന് കാണാൻ ഫാത്തിമ തുരുത്തിലേക്കൊന്ന് പോകണമെന്നാണ് പറയുന്നത്. വേനലിൻ്റെ മുഷ്ടിയിൽ കയ്യോന്നികൾ പാനശീലം ത്യജിച്ചുറങ്ങുമ്പോൾ കാട്ടുമുല്ല വേരുണങ്ങി വീഴുമ്പോൾ ഫാത്തിമ തുരുത്തിലേക്കൊന്ന് പോകണം. ഇവിടെയെല്ലാം സെപ്റ്റംബർ മാസത്തിലെ അതിശക്തമായ
മഴയുടെയും രാത്രിയിലെ മഞ്ഞിൻ്റെയും അത് കഴിഞ്ഞാലുണ്ടല്ലോ വേനലിൻ്റെ അതികഠിനമായ വേനലിൻ്റെ മുഷ്ടി എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ കൈ ചുരുട്ടി പിടിച്ച് ഇരിക്കുന്ന ഇതിനെയാണ് മുഷ്ടി എന്ന് പറയുന്നത്. ആ വേനലിൻ്റെ കാഠിന്യമാണ് ആ വാക്കുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആ കയ്യോന്നികൾ പാനശീലം ത്യജിച്ചു, വെള്ളം കുടിക്കുന്ന ആ ശീലം പോലും ത്യജിച്ച് ഇല്ലാതായി. അതേപോലെ വേനലിൻ്റെ കാഠിന്യം കൊണ്ട് മുല്ലകൾ കരിഞ്ഞുണങ്ങി. അങ്ങനെ മുല്ല വേരുണങ്ങി വീണു പോകുന്നതുമെല്ലാം എന്താണ്, അവിടുത്തെ സാമൂഹിക ചുറ്റുപാടിനെയാണ് കവി വിളിച്ചോതുന്നത്. അതിശക്തമായ മഴയിലും മഞ്ഞിലും അതികഠിനമായ വേനലിലുമെല്ലാം ജീവജാലങ്ങൾ പോലും അതിൻ്റെ പല ഭവിഷ്യത്തുകളും അനുഭവിക്കുന്നുണ്ടെന്നുള്ളതാണ് കവി ഈ വരികളിലൂടെ നമുക്ക് വരച്ചു കാട്ടുന്നത്. ഭൂമിയെ പുണർന്ന കുഞ്ഞു പുല്ലുകൾ പൂവണിഞ്ഞ് തേനുറഞ്ഞ് നിൽക്കുമ്പോൾ പ്രാണനിൽ മുഖം പതിച്ച വേവുമായി ഭാവനത്തുരുത്തിലൊന്ന് പോകണം. അപ്പോൾ ഇതെല്ലാം പറയുമെങ്കിലും ഭൂമിയെ പുണർന്ന് കുഞ്ഞു പുല്ലുകൾ, ഭൂമിയെ കെട്ടിപ്പുണർന്ന് നിൽക്കുന്ന കുഞ്ഞു പുല്ലുകൾ പൂവണിഞ്ഞ് തേനുറഞ്ഞ് നിൽക്കുമ്പോൾ ഈ വരൾച്ചയിൽ നിന്നെല്ലാം കരകയറി ഈ കുഞ്ഞു പുല്ലുകൾ പോലും പൂവണിഞ്ഞ് തേനുറഞ്ഞ് നിൽക്കുമ്പോൾ അതേപോലെ ആ ഒരു ഭാവനത്തുരുത്തിലേക്ക് ഒന്നെത്താൻ കവിയുടെ മനസ്സ് ആഗ്രഹിക്കുന്നു. അപ്പം ഈ ഒരു കവിതയിൽ ഫാത്തിമ തുരുത്തെന്ന് പറയുന്ന ആ തുരുത്തിലെ ജനങ്ങളും ജീവജാലങ്ങളും അനുഭവിക്കുന്ന പല സാമൂഹിക പ്രശ്നങ്ങളുമാണ് കവി ഇവിടെ വിളിച്ച് കാണിക്കുന്നത്. അവിടുത്തെ കാലാവസ്ഥയും അവിടുത്തെ സാമൂഹിക ചുറ്റുപാടും എല്ലാം ഓരോ വരികളിലൂടെയും കവി ഇവിടെ വിവരിക്കുന്നു. ഇതിപ്പോൾ ഒരു സാധാരണ തുരുത്തിനെ പറ്റി മാത്രമല്ല, ഇതുപോലുള്ള പല പ്രശ്നങ്ങളും അനുഭവിക്കുന്ന പല സ്ഥലങ്ങളെയും പറ്റിയാണ് അദ്ദേഹം ഇതിലൂടെ വരച്ച് കാട്ടുന്നത്. ഇവിടെ പ്രധാനമായിട്ടും അദ്ദേഹം അവിടുത്തെ ജനജീവിതവും ജീവജാലങ്ങളുടെ ബുദ്ധിമുട്ടുകളും എല്ലാം ഇതിൽ വരച്ച് കാട്ടുന്നുണ്ട്. ഈ കവിതയുടെ ആശയം എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.